നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അനന്തപുരിയിലെ സന്തോഷ ദിവസങ്ങളാണ്. കാരണം അനന്തപുരി വലിയ വലിയ വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒടുവില് നന്ദുവിനെ സി എ സച്ചിയുടെ വിവാഹമൊക്കെ മുടങ്ങി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സി എക്കിടെ നല്ല 8ന്റെ പണിയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം നയനെ ആദർശമൊക്കെ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടിയ മടങ്ങി വരുന്നേ. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു നന്ദുവിന്റെ സി എയുടെ വിവാഹം മുടങ്ങണമെന്ന്. അതേപോലെ തന്നെ അനിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നയനയ്ക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നേ. നയന എന്ത് ചെയ്തു? ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേനും നയന തല ഇറങ്ങി അവിടെ അങ്ങോട്ട് വീഴുവാണ്. അപ്പോഴേക്കും ആദർശ് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനയ്ക്ക് പിടിക്കുന്നുണ്ട്. ദേവേനെ ഓടി വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റും മോളെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ഓടി വന്നു. പിന്നീട് കുറച്ച് വെള്ളമെല്ലാം കൊണ്ടുവന്ന് നയനയുടെ മുഖത്ത് തെളിച്ചു. പിന്നീട് നയനയ്ക്ക് ബോധം വീണു. പക്ഷേ എങ്കിൽ ദേവേനെ സമ്മതിച്ചില്ല. തല ഇറങ്ങിയതല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തണമെന്ന് ഒരേ വാശി. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. ഇങ്ങനെ നയനയും കൊണ്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്തൊക്കെ ദേവേനിക്ക് ടെൻഷനാ. മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഇനിയിപ്പോ തനിക്ക് കരളൊക്കെ പകത്ത് നൽകിയതാണ്. ഇപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ചെന്ന് ഡോക്ടറെ കാണുവാണ്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനും ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പം നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ നയനയെ ഡോക്ടർ പരിശോധിക്കുകയാണ്. പരിശോധന എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, എന്തായി ഡോക്ടറെ, നയനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടാ തലകറക്കുണ്ടായത്? വല്ല BP കൂടുകയോ കുറയോ എന്തെങ്കിലും ചെയ്താണോ? ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നും ഇല്ലടോ. കൺഗ്രാസ് പറയണം. കൺഗ്രാസോ? അതെ, താൻ ഒരു അച്ഛനാകാൻ പോന്നു. ആദർശിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം കുറെ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചാണ്. അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചെങ്കിലും അതിനിപ്പം ഫലം ഉണ്ടായിരിക്കണം. ആദർശന് നയനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മോക്കണമെന്ന് തോന്നുകയാണ് അവിടെ വെച്ച്. ആ സമയത്ത് നയനെ ഒന്ന് ആണത്തോടുകൂടി ആദർശനെ നോക്കുകയാണ്. പിന്നീട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ. ഇനി ചെക്കപ്പിന് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് അവര് വീട്ടിലേക്ക് പോരാനായിട്ട് ഒരുങ്ങുന്നേ. ആ സമയത്ത് ദേവേനി വിളിക്കുന്നുണ്ടായിരുന്നു ആദർശിനെ. ആദർശനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായുടെ മോനെ, അവൾക്ക് വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പ്രശ്നമൊന്നും ഇല്ലമ്മേ, അങ്ങോട്ട് ഞങ്ങൾ വന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് അറിയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ നയനയും കുട്ടി ആദർശ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദർശിന് ഭയങ്കര സന്തോഷമാണ്. ആദർശ് തന്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല, നയനോടത് പറയുന്നുണ്ട്. അങ്ങനെ അവര് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ഓടിച്ചെന്ന് ചോദിച്ചു, എന്താണ് മോനെ, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്ത് കുഴപ്പം? അവൾക്കൊരു പ്രശ്നവും ഇല്ലാന്ന് പറയണ. പിന്നെ എന്തിനാ അവള് തല ഇറങ്ങി വീണേ? അതോ അമ്മ ഇനി ഒരു അമ്മൂമ്മയാനും കൊണ്ട് ഒരുങ്ങിക്കോളാൻ പറയണേ. അമ്മൂമ്മയാകാനോ? അതെ, ഇവള് പ്രഗ്നന്റ് ആന്ന് പറയണ. അത് കേട്ടൊന്ന് ദേവേനെ ഓടി വന്ന് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ്, ആ ഒരു ആഗ്രഹമാണ് ഇപ്പൊ സഫലമായിരിക്കുന്നേ. അപ്പോഴേക്കും മുത്തശ്ശിയും ജലജ ജാനകി എല്ലാരും കൂടെ വന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇനി ഇതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ്, എന്റെ ദൈവം എന്ത് ചെയ്യാൻ പറ്റും? ഈ കുഞ്ഞ് ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പോലും ആദ്യ നിമിഷത്തിൽ തന്നെ ജലജയുടെ മനസ്സിലേക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ടാവുകയാണ്. ജാനകി ഒന്നും മിണ്ടാതെ അവിടെ നിന്നോളൂ. മുത്തശ്ശൻ അവിടെ ഇല്ലായിരുന്നു. മുത്തശ്ശൻ പുറത്തു പോയേക്കുമായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാവരും വന്ന് അഭിനന്ദിക്കുകയാണ്. നവ്യാണെങ്കിലും അനിയൊക്കെ ആണെങ്കിൽ എല്ലാവരും കൺഗ്രാസ് പറയുന്നുണ്ട്. മുത്തശ്ശിയും വന്ന് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ കാഴ്ചകളെ കണ്ടിട്ട് ജലജിക്ക് ഒട്ടും അങ്ങ് സഹിക്കുന്നില്ല. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, ഇനി കുറച്ച് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ, കാരണം കുറെ കാലത്തിന് ശേഷമല്ലേ പ്രഗ്നന്റ് ആന്നേ. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇനി ഇവളെ ഞാൻ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കില്ല. ഞാനിവളെ നല്ല പൊന്നു പോലെ നോക്കിക്കോളും. ഇനി എന്റെ മോള് ഒരു കമ്പനിയിലേക്കും പോണ്ട, ഒരിടത്തും പോണ്ട, വീട്ടിലിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു. ആ സമയം ജലജ ജാനകിനെ ഇങ്ങനെ നോക്കുവാണ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടില്. ഇനിയിപ്പോ ഇവളെ തലയിലെടുത്ത് വെച്ചോണ്ട് നടക്കുമെന്നറിയാം നയനെ. കാരണം നയനെ പ്രഗ്നന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നല്ലോ അവരെല്ലാരും കൂടെ. അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാതെ ജലജ അങ്ങോട്ട് കയറിപ്പോയി. ജാനകി പ്രത്യേകിച്ച് ഒരു ഭാവഭേദം കൂടാതെ അവിടെ നിൽക്കുക മാത്രമേ ചെയ്തേ. ജാനകിക്ക് ഇപ്പോൾ വോയിസ് ഇല്ലാത്തൊരവസ്ഥയിലാ. നന്ദുവിന്റെ സിയയുടെയും കൂടെ കല്യാണം കൂടെ മുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ജാനകിക്ക്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് മുത്തശ്ശൻ വരുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും ഭയങ്കര സന്തോഷം. മുത്തശ്ശൻ രണ്ടുപേരെ കൺഗ്രാസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞെന്ന് പറഞ്ഞ നയനയ്ക്കും ആദർശനും ഉണ്ടാവാന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവർ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം
പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്ന. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ വന്നപ്പം അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും നൂറ് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നേ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പ്രാർത്ഥന മുടക്കിയില്ല. അവർക്കൊരു കുഞ്ഞ് വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു കുഞ്ഞിനെയും കൂടെ കൊഞ്ചിച്ചിട്ട് വേണം മരിക്കാനെന്നൊക്കെ മുത്തശ്ശനും ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഈ സമയത്ത് ഈ ഒരു സന്തോഷം വീട്ടിലേക്ക് വിളിച്ചു പറയാനായിട്ട് ഒരുങ്ങുവാണ് നയന. അപ്പോഴേക്കും ആദർശം കൂടെ അങ്ങോട്ട് വന്നു. ആദർശം വന്നിട്ട് പറഞ്ഞു, അല്ല അവരോട് വിളിച്ചു പറയണോ? ചെന്ന് പറയുന്നല്ലേ നല്ലത്. അതൊരു സർപ്രൈസ് ആയിട്ട് വെക്കുന്നല്ലേ നല്ലത്. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി പറയാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കനയും ഗോവിന്ദനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ആ ആഗ്രഹം സാധിച്ചിരിക്കുമല്ലേ? അതെ, ശരിക്കും പറഞ്ഞാല് ഇനിയാണ് അനന്തപുരി വീട്ടിൽ ഒരു അച്ഛനൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അല്ല, അബിയുടെ കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാലും കുഞ്ഞിനോട് സ്നേഹക്കുറവൊന്നുമില്ല. എന്നാലും നമ്മൾ ആദർശിന്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അബിയുടെയും നബിയുടെയും കല്യാണത്തിന് മുമ്പല്ലായിരുന്നോ ആദർശിന്റെ നയനയുടെയും കല്യാണം? പക്ഷെ എത്ര കാലത്തെ കാത്തിരിപ്പാ. ഒടുവിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അത് മാത്രമാണോ, നന്ദുവിനെ സിയയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തില്ലേ? അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? വസ്നരെന്ന് ചോദിക്കുക. അതെ, എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അങ്ങനെ ഇരട്ടി സന്തോഷമാണ് അനന്തപുരി വീട്ടില്. അങ്ങനെ ആദർശം നയനയും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് ചെല്ലുക. കനകയും ഗോവിന്ദനും വന്നു. എന്ത് പറ്റി മോളെ? കാരണം അവര് കുറച്ച് പോയതുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് അറിയില്ലോ. അപ്പോഴേക്കും ആദർശം പറഞ്ഞേ, പേടിക്കൊന്നും വേണ്ട, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നാ. സന്തോഷ വാർത്തയാ? എന്താ കാര്യം? അത് പിന്നെ അച്ഛനും അമ്മയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാൻ പോന്നു. മുത്തശ്ശനും മുത്തശ്ശിയോ? ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് കാര്യങ്ങൾ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി. കനക ഓടി വന്നിട്ട് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഭരിച്ചു. അവര് സന്തോഷത്തില. പെട്ടെന്ന് കനക പറഞ്ഞു, അതെ, ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് പോയി എന്നെ മധുരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് പായസം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. നായന് പറഞ്ഞു, വേണ്ടമ്മേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് പോയി പെട്ടെന്ന് പായസമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നന്ദുവിന് സന്തോഷമായി. നന്ദുവും കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും ആ സിയയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം നന്ദുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. കല്യാണമൊക്കെ മുടങ്ങിയല്ലോ, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നടക്കാം. ഇനിയിപ്പൊ തന്നോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടുകാർ വരത്തില്ല. അത് ഒന്നും കൊണ്ട് അവർക്ക് സമാധാനമായി, തൃപ്തിയായി എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. അങ്ങനെ കുറെ സമയം അവർ ചെലവഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ജലജ ആകപ്പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് മുറിയിലിരിക്കുന്നത്. അബി വന്നു കഴിഞ്ഞപ്പോൾ അബി ഈ കാര്യങ്ങൾ അറിഞ്ഞു. ജലജ പറഞ്ഞു, എടാ, എങ്ങാനും ഈ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ദേ നിന്റെ കുഞ്ഞിന് ഒരു പ്രാധാന്യം കാണത്തില്ല ഇവിടെ. അല്ലെങ്കിൽ തന്നെ നിന്റെ കുഞ്ഞിന് ഒരു വിലയില്ല. ഇനിയിപ്പം കണ്ടു, നയനയുടെ ആദർശനും കുഞ്ഞ് പറന്നു കഴിയുമ്പം ആ കുഞ്ഞിനായിരിക്കും ഇവിടെ സ്ഥാനക്കൂടുതൽ. പിന്നെ നിന്റെ കുഞ്ഞിന് ഒരു പ്രാധാന്യം കാണത്തില്ല. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ ഇല്ലാതാക്കണം. വയറ്റ് വെച്ച് തന്നെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് കളയണം. എങ്ങനെ തീർക്കുമെന്ന് അമ്മ പറയണേ? എങ്ങനെയെങ്കിലും തീർത്തേ മതിയാവുള്ള. ഒരു കാരണവശാലും ജനിക്കാൻ പാടില്ല. കാരണം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് അവര് പദ്ധതികൾ മെനയാനായിട്ട് തുടങ്ങി. അവർക്കറിയാം ആദർശന്റെ കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാവരും എങ്ങനെയായിരിക്കും കൊണ്ടുനടക്കുന്നത്, ഉള്ളം കൈ കൊണ്ടുനടക്കും എന്നുള്ള കാര്യം അറിയാം. നവ്യക്ക് നയന പ്രഗ്നന്റ് ആയതിൽ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ നവ്യയുടെ മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുക്കാനായിട്ട് അഭി ചെല്ലുകയും ചെയ്തു. അഭി ചെന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ കുഞ്ഞിനൊരു പ്രാധാന്യം കാണത്തില്ലെന്നൊക്കെ. പക്ഷെ നവ്യ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച നയനയ്ക്കൊരു കുഞ്ഞു പിറക്കണമെന്ന്. പിന്നെ ഇതിപ്പോ എങ്ങാണ്ട് അബദ്ധപ്പെട്ടുണ്ടായതാന്ന് തോന്നേ. ആദർശാണ് ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നേ. കാരണം ചന്തുമോളുണ്ടല്ലോ. അപ്പൊ ചന്തുമോളുടെ പേര് പറഞ്ഞ് വീണ്ടും ഒന്ന് എരിപരി കയറ്റി കൊടുക്കാനായിട്ടാണ് അഭി ശ്രമിച്ചത്. പക്ഷേങ്കിൽ നവ്യ പറഞ്ഞു, എന്ത് തന്നെയാണല്ലോ ശരി, അവളുടെ ആഗ്രഹം സാധിച്ചല്ലോ. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കൊരു കുഞ്ഞു പിറക്കണമെന്ന്. അങ്ങനെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന് നവ്യ പറഞ്ഞു. താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവളുടെ മനസ്സിലേക്ക് ഏശിയില്ലെന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി. എല്ലാവരും ആദർശിന്റെ നയനയുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നു മനസ്സിലായി. പക്ഷെ ഈ സമയത്ത് മുത്തശ്ശനൊരു കാര്യം ചെയ്തു. കാരണം ആ CI സച്ചി അവന് ചെറിയ കാര്യമൊന്നും അല്ല. ഇത്രയും കാലം എല്ലാരും നന്നായിട്ട് പറ്റിക്കുകയോ ചെയ്തേ. നന്ദുവിന്റെ ജീവിതം കൂടെ താർക്കാല്ലേ ശ്രമിച്ചേ. അപ്പൊ അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതി. അങ്ങനെ ഒടുവിൽ ആദർശനോടും അനിയോടും ആ കാര്യങ്ങളെന്ന് പറയണം. അവന്റെ വീട്ടിൽ ചെന്ന് അവനിട്ട് പണി കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ ശ്രമിച്ചവനാണ്. പിന്നെ നിന്നെ പോലീസ് ലോക്കപ്പിൽ കയറ്റിയതും അല്ലേ? അവൻ വലിയ നല്ലവനായിട്ട്. അപ്പൊ കല്യാണം മുടങ്ങിയതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് ചെല്ലാലോ. ഇത്രയും നാളും മുത്തശ്ശനൊന്നും മിണ്ടായിരുന്നേ. നന്ദുവും
അയാളുമായിട്ട് കല്യാണം നടക്കാൻ പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. അങ്ങനെ മുത്തശ്ശൻ ഹനിയെ ആദർശനെയും കൂട്ടിക്കൊണ്ട് സിയയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ സിയയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഒന്ന് ഞെട്ടി. സച്ചിയുടെ ആ ഞെട്ടൽ മുത്തശ്ശൻ മനസ്സിലാക്കി. മുത്തശ്ശൻ പറഞ്ഞു, എന്റെ കൊച്ചുമോനെ പോലീസ് ലോക്കപ്പിൽ കൊണ്ട് ഇട്ടവനല്ലേ നീയ? അന്നേ ഞാനൊരു കാര്യം ഓങ്ങി വെച്ചതാ, നിനക്കിട്ടൊന്ന് തരണോന്ന്. കാരണം സച്ചിയുടെ ജോലിയൊക്കെ ഇപ്പൊ ഇല്ലായിരുന്നു, സസ്പെൻഷനിലായിരിക്കുന്ന സമയത്താ. ഈ സമയത്ത് 2 തല്ലു കൊടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ ജീവിതത്തിന് കുറുകെ വരല്ലെന്ന്. പക്ഷെ നീ കുറെ കളികൾ അങ്ങോട്ട് കളിച്ചു. അപ്പൊ അതിനുള്ള പണി തരാൻ വേണ്ടി വന്നാന്ന് പറയണം. പിന്നീട് അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാടാ മോനെന്ന് പറയാം. അനി അങ്ങോട്ട് വന്നു. കൊടുക്കടാ ഇവന്റെ കാരണത്തിനിട്ടെന്ന് പറയണം. അനി സച്ചിദാനന്ദ കാരണം തീർത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുവാണ്. പിന്നീട് മുത്തശ്ശന്റെ വകയായിരുന്നു. ആദർശന്റെ വക ആദർശം കൊടുത്തു. അങ്ങനെ 3 പേരും മാറി മാറി കൊടുത്തു. സച്ചിയുടെ അച്ഛൻ ഇതൊക്കെ കണ്ടു നിൽക്കാനാ സാധിക്കുള്ളൂ. കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്തു പോയിട്ടുണ്ടെ തീർന്നു. അനന്തപുരിയിലുള്ളവർ കളിച്ചിട്ടുണ്ടെങ്കിൽ കളി എങ്ങനെയാന്ന് അവർ പഠിപ്പിച്ചു തരുമെന്നും അറിയാം. പോരാത്തന്നെ തന്റെ മകന്റെ കയ്യിലിരിപ്പ് നന്നായിട്ട് അച്ഛൻ അറിയുകയും ചെയ്യായിരുന്നു. അങ്ങനെ അവനെ അവിടെ ഇട്ട് പഞ്ഞി കിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇത്തരം കാലം കളിച്ച കളിക്കൊക്കെ കൂലി കിട്ടുകയും ചെയ്തു സച്ചിദാനന്ദന്. ഇതേ സമയം നയനെ ഉള്ളം കൈയിലാണ് ദേവേനെ കൊണ്ടു നടക്കുന്നത്. കാരണം ദേവേനയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോലെ ഇതൊക്കെ കണ്ട് അസൂയ പെരുത്ത് നടക്കുവാണ് ജലജ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി വരുന്നും പോകുന്ന ദിവസങ്ങളിൽ ജലജയുടെ അസൂയായിരിക്കും. കാരണം ജലജ എങ്ങനെയും ആ കുഞ്ഞിനെ ഒന്ന് കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേങ്കിൽ ഒരു കാരണവശാലും 7 അയലക്കത്ത് പോലും ജലജയ്ക്ക് അടുക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് പല തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ദേവയാനിയാണെങ്കിലും വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും അതുപോലെയാണ് നയനെ കെയർ ചെയ്യുന്നത്. ഒരു തന്ത്രങ്ങളും ഈ പറയുന്ന അബിയുടെയോ ജലജയോടെ ബലിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.